കേരള സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വിസ്മയകരമായ വിജയം കൈവരിക്കുമെന്നുള്ള UDFിൻ്റെ അവകാശവാദം സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം പോളിംഗിൽ പൊതുവെ ഉണ്ടായത്. പോളിംഗ് ശതമാനത്തിൽ വന്ന വർധനവും അതുപോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണവും പരിശോധിച്ചാൽ ഏതാണ്ട് 100-ലധികം സീറ്റുകളോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇടത് ജനാധിപത്യ മുന്നണി ശക്തമായ ഒരു അവകാശവാദം പോലും ഈ കാര്യത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്നില്ല. സാധാരണയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ കേരളത്തിൽ പോസ്റ്റ് പോൾ സിനാരിയോ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം CPM ക്യാമ്പുകളും LDF ക്യാമ്പുകളും പൂർണ്ണമായും നിശബ്ദമാണ്. അവർ പൂർണ്ണമായും നിരാശയിലാണ് എന്ന് മാത്രമല്ല, നല്ല ഭൂരിപക്ഷത്തോടുകൂടി തുടർഭരണം ലഭിക്കുമെന്ന് പറയാൻ ഒരൊറ്റ CPM നേതാവും LDF നേതാവും തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെ അതിശക്തമായ മുന്നേറ്റം UDF, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100-ൽ കുറയാത്ത സീറ്റിൽ ജയിക്കുമെന്നുള്ള UDFിൻ്റെ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ നടത്തുന്ന ക്യാമ്പയിൻ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന മട്ടാണ്. ഒരു പ്രധാന രാഷ്ട്രീയം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വർഗീയവൽക്കരണത്തിനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ പരിശ്രമം നടത്തിയത്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രപരമായ രാഷ്ട്രീയ അടവ് നയമായിരുന്നു പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൊണ്ടത്. ഒരു ഭാഗത്ത് BJPയും CPMഉം തമ്മിലുള്ള സീറ്റിന്റെ നീക്കുപോക്ക് രാഷ്ട്രീയവും, മറുഭാഗത്ത് SDPA പോലെയുള്ള ശക്തികളുടെ പിന്തുണയും, അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരടവ് നയം സ്വീകരിച്ചു എന്നുള്ളത് വസ്തുതാപരമായി വളരെ ബോധ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കറിയാം, കുന്നത്തൂർ നിയോജക മണ്ഡലങ്ങളിൽ CPMന്റെ പ്രവർത്തകരും SDPA പ്രവർത്തകരുമൊക്കെ ഒരു മുന്നണിയിലെ കക്ഷികളെ പോലെ സഹകരിച്ചുകൊണ്ടാണ് വോട്ട് ക്യാൻവാസിംഗ് നടത്തിയത് കുന്നത്തൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും വർഗീയവൽക്കരിക്കാൻ CPM നടത്തിയ ഏറ്റവും വില കുറഞ്ഞ ഹീനമായ അടവ് നയത്തെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ ക്യാമ്പയിനിലൂടെ മതേതര കേരള തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 3, BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കർണാടകം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ നടപ്പാക്കുന്ന സമ്പത്ത് കൊടുത്തും അതുപോലെ ആനുകൂല്യങ്ങൾ നൽകിയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള BJPയുടെ നീക്കത്തിനും കനത്ത തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ BJPക്ക് സ്വാധീനമുള്ള ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലടക്കം അവർ ചെലവഴിച്ച തുക, സമ്പത്ത്, അത് ക്യാഷായും കൈൻഡായും വോട്ടർമാർക്ക് വിതരണം ചെയ്തുകൊണ്ട് ജനമനസ്സിനെ സ്വാധീനിക്കാൻ, വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, അതും കേരളത്തിൽ വിജയം കണ്ടില്ല എന്ന് വേണം പൊതുവായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അത് പ്രത്യക്ഷമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വീഡിയോ അടക്കം തെളിവായി പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, കർണാടകമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട്, ഫണ്ടും പണവും അതുപോലെ മറ്റ് പല സാധനങ്ങളും നൽകി തെരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടിമറിക്കാൻ നടത്തുന്ന പരിശ്രമം കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ തന്നെ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംസ്കാരത്തിൽ തന്നെ ഒരു പുതിയ അനുഭവം ആവർത്തിക്കാൻ അല്ലെങ്കിൽ പുതിയ അനുഭവം രൂപപ്പെടുത്താനാണ് BJP പരിശ്രമിച്ചത്. പക്ഷേ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരടങ്ങുന്ന രാഷ്ട്രീയ കേരളം അതിനെ അതിശക്തമായി വിയോജിച്ചു, അതിനെ നിരാകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അനിതര സാധാരണമായ മുന്നേറ്റത്തിന് വഴിതെളിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, 100-ൽ കുറയാത്ത സീറ്റ് കിട്ടി
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് സംസ്ഥാനത്ത് അധികാരത്തിൽ വരാനുള്ള സകല സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആത്മവിശ്വാസം. മറ്റൊരു കാര്യം, കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ RSPക്ക് നൽകിയ 5ാമത്തെ സീറ്റാണ് പയ്യന്നൂർ സീറ്റ്. ആ 5ാമത്തെ സീറ്റിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണനെയാണ്. അതിശക്തമായ മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്. ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നു, വലിയ തോതിൽ പയ്യന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാകും, തളിപ്പറമ്പിൽ മാറ്റമുണ്ടാകും, പല നിയോജക മണ്ഡലങ്ങളിലും സമാന സ്വഭാവത്തിലുള്ള മാറ്റമുണ്ടാകും. പക്ഷേ പരാജയപ്പെട്ട അല്ലെങ്കിൽ പരാജയ ഭീതിപൂണ്ട CPM വലിയ തോതിലാണ് കണ്ണൂർ ജില്ലയിൽ, പ്രത്യേകിച്ചും പയ്യന്നൂർ മണ്ഡലത്തിലും തളിപ്പറമ്പ് മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഭീകരമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. അവിടെ ചുവരെഴുതാൻ കൊടുത്തവരുടെ ചുവരിടിച്ചു നിരത്തി, വീടുകൾ ആക്രമിക്കപ്പെടുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു. ഈ തരത്തിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ, പ്രത്യേകിച്ചും പയ്യന്നൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള നിയോജകമണ്ഡലം. വൻതോതിലുള്ള കള്ളവോട്ടാണ് അവിടെ. കൃത്രിമമായിട്ടുള്ള ഫേക്കായിട്ടുള്ള ആധാർ കാർഡുകൾ നിർമ്മിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വൻതോതിലുള്ള കള്ളവോട്ടുകൾ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലടക്കം നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചില്ല. കണ്ണൂർ ജില്ലയിൽ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ കൃത്രിമമായിട്ടുള്ള ഫേക്ക് ആധാർ കാർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കള്ളവോട്ടിംഗ് അടക്കം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. നമുക്കറിയാം, അവിടെ വി കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. UDFന്റെ പിന്തുണ നൽകി എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യം കൊണ്ട് ഏകപക്ഷീയമായ നിലയിൽ അത്തരത്തിലുള്ള വോട്ടിങ്ങിൽ വലിയ തോതിൽ CPM കൃത്രിമത്വം കാണിച്ചു. നിരവധി മണ്ഡലങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് പയ്യന്നൂരും തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ. അതുകൊണ്ട് ഈ സ്ഥിതിയാണ് ഇവർ തുടരുന്നത് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം, വലിയ തോതിലുള്ള പ്രതിസന്ധിയെ CPM നേരിടാൻ പോവുകയാണ്. സംഘടനാപരമായിട്ടുള്ള വലിയ വെല്ലുവിളികൾ CPM നേരിടും. കാരണം ഇത് CPMനെതിരായിട്ടുള്ള ജനവിധി എന്ന് പറയുന്നതിനേക്കാൾ, ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിധി എന്ന് പറയുന്നതിനേക്കാൾ പിണറായി വിജയനെതിരായിട്ടുള്ള ജനവികാരമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചത്.